മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ കാലത്തെ തന്നെ വഴിതിരിച്ചു വിട്ടവരായിരുന്നവർ മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ. അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തോട് വിട പറഞ്ഞുപോയ ഏറ്റവും അടുത്ത് വിട പറഞ്ഞു പോയവരിലെ മഹാൻ അല്ലെ. കോഴിക്കോട്ട് ഒരു പള്ളിയിൽ പോയിട്ട് സാധാരണ ഒരു ചെറിയ ശമ്പളത്തിന് കുറെ കാലം ജോലി ചെയ്തു. ആളുകൾക്കൊക്കെ അത്ഭുതമായി, എന്തിനപ്പോ ഈ ചെറിയ ശമ്പളത്തിന്റെ നിസ്കാരപ്പള്ളിയിൽ വന്ന് ജോലി ചെയ്യുന്നത്? എന്തായിരുന്നു ലക്ഷ്യമെന്നറിയാമോ? എന്നിട്ടോ വർഷങ്ങളോളം പഠനം നടത്തി വിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ ആഞ്ഞടിച്ച മഹാൻ, ക്രൈസ്തവ ലോബിക്ക് തന്നെ വളരാൻ തടസ്സമായി നിന്നത് ഈ തന്തയാണെന്ന് ക്രൈസ്തവർ പറഞ്ഞില്ലേ? ഈ തന്തയുടെ കാലം കഴിഞ്ഞാലേ ഞങ്ങൾക്ക് കേരളത്തിൽ പിടിപാട് കിട്ടുമെന്ന് ക്രൈസ്തവർ തന്നെ എഴുതിയതും അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ വെച്ച് അവർ തന്നെ സ്വയം സംവദിച്ചതും ഈ മഹാന്റെ സാന്നിധ്യമായിരുന്നു. അല്ലാഹുവേ മഹാനെ അല്ലാഹു അനുഗ്രഹിച്ചിറക്കുന്ന ചില മഹാന്മാരാണ്. കോടതിയിൽ വന്നു കേസ് നടക്കുകയാണ്. ആർക്കെതിരെയാണ് കേസ്? ഖാദിയാനികൾ ഇസ്ലാമിന് പുറത്താണ്. ഖാദിയാനികൾ അമുസ്ലിങ്ങളാണെന്ന് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ച പണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് പ്രഖ്യാപിക്കാൻ പ്രചോദനമായത് പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനങ്ങളിൽ അവഗാഹമായ ബഹർ പോലെ വിജ്ഞാനമുണ്ടായിരുന്ന ഈ മഹാനായ പണ്ഡിതൻ മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ. ആ മഹാൻ അവരാ പറഞ്ഞത് ഇസ്ലാമിന് പുറത്താണ്. ഖാദിയാനികൾ പോയി കേസ് കൊടുത്തപ്പോൾ ഖാദിയാനികൾ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. ഹാജരായതാരാ? മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ. ചിന്തിക്കണേ, നിങ്ങൾ അല്ലാഹു അനുഗ്രഹിച്ചു നൽകിയ മഹാൻ. കോടതിയിൽ വെച്ച് ചോദിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നവർ മുസ്ലിമല്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾ ഇവരെ കുറിച്ച് ഖാദിയാനികൾ ഇസ്ലാമിന് പുറത്താണെന്ന് പറയും? മഹാനായ ശംസുൽ ഉലമയാണ് കോടതിയിൽ പോയത്. ശംസുൽ ഉലമ ജഡ്ജിയോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ജഡ്ജി, ആ ചോദ്യം ഒന്ന് ആവർത്തിക്കുമോ? രണ്ടാമതും ജഡ്ജി ചോദിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിമല്ലയോ? പിന്നെ നിങ്ങൾ എങ്ങനെ ഇവരെ അമുസ്ലിങ്ങളായി മുദ്രകുത്തും? ഒന്നുകൂടെ സംശയമോ പറഞ്ഞു. ബഹുമാനപ്പെട്ട ജഡ്ജി, ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുമോ? ജഡ്ജി ഒന്നുകൂടെ ചോദിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരൊക്കെ മുസ്ലിങ്ങളല്ലയോ? ഇവരെ നിങ്ങൾ എങ്ങനെ ഇസ്ലാമിന്റെ വലയത്തിൽ നിന്ന് പുറത്താക്കി? ഉടനെ എഴുന്നേറ്റെന്ന് ചോദിച്ചു, അല്ലയോ ബഹുമാനപ്പെട്ട ജഡ്ജി, അങ്ങ് ഇത് 3 തവണ പറഞ്ഞില്ലേ, അങ്ങ് മുസ്ലിമാണോ? ഒരൊറ്റ സെക്കൻഡിൽ വിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങളിൽ അല്ലാഹു അനുഗ്രഹിച്ചു നൽകിയ തന്റെ പ്രത്യേകമായ കഴിവുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിച്ചു നിർത്തിയ മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ. ആ മഹാൻ ചേർന്നു നിന്ന കാലം നമ്മിൽ നിന്ന് കടന്നുപോയ, നഷ്ടപ്പെട്ടുപോയ ഏറ്റവും അടുത്ത നല്ല കാലമാണ്. അല്ലാഹുവേ, നല്ലവരെ നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്.